മാടായി ശ്രീ വടുകുന്ന ശിവക്ഷേത്ര മഹോത്സവത്തിന് സമാപനം. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഭവന വായ്പ, സ്വർണ്ണപ്പണയ വായ്പ, ഉദ്യോഗസ്ഥ ജാമ്യ വായ്പ, കാർഷികേതര വായ്പ തുടങ്ങി എല്ലാ വായ്പകളും ഒരു എക്സ്ട്രാ ചാർജുമില്ലാതെ ഏറ്റവും വേഗത്തിൽ സുതാര്യമായി പയ്യന്നൂർ കാർഷിക വികസന ബാങ്കിൽ നിന്ന്. പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക്, ജനഹിതമറിയുന്ന ബാങ്ക്. പ്രസിദ്ധമായ മാടായി ശ്രീ വടുകുന്ന ശിവക്ഷേത്ര മഹോത്സവത്തിന് ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ സമാപനം. ഒരാഴ്ച നീണ്ടുനിന്ന മഹോത്സവത്തിൽ നാഗപൂജ, തിടമ്പുനൃത്തം, ആനപ്പുറത്ത് എഴുന്നള്ളത്ത്, കാഴ്ച, ശീവേലി തുടങ്ങി ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ ദിവസവും കലാപരിപാടികൾ എല്ലാം കൊണ്ടും ഉത്സവ ദിനങ്ങൾ സമ്പന്നമാക്കിയ മഹോത്സവത്തിൻ്റെ സമാപനം കുറിച്ച് വ്യാഴാഴ്ച രാവിലെ 8:30 ഭഗവാന്റെ ആറാട്ടെഴുന്നള്ളത്തും. വടുകുന്ന തടാകത്തിലേക്ക് പുറപ്പെടൽ, തുടർന്ന് ആറാട്ടിന് ശേഷം തിരിച്ചെഴുന്നള്ളത്ത്, കൊടിയിറക്കൽ, ഉച്ചപൂജ, പായസ വിതരണവും നടന്നു. ഉച്ചക്ക് 12 മണിയോടെ വിഭവസമൃദ്ധമായ ആറാട്ട് സദ്യയും നടന്നു. വൻ ജനങ്ങളാണ് എത്തിച്ചേർന്നത്. വർഷങ്ങൾക്ക് ശേഷം ഇത്രയും സജീവമായ ഉത്സവം നടന്നിട്ടില്ലെന്ന് ഭാരവാഹികൾ അവകാശപ്പെട്ടു. ഈ വടുകുന്ന ശിവക്ഷേത്ര മഹോത്സവത്തിന് ഇന്ന് സമാപനം കുറിക്കുമ്പോൾ ഒരുപക്ഷെ ക്ഷേത്രത്തിൽ ഇപ്രാവശ്യം എത്തിച്ചേർന്ന 10,000-കണക്കിന് ഭക്തജനങ്ങൾ, ഒരുപക്ഷെ അവിടുന്ന് ഈ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങൾക്ക് പുറമെ കർണാടകയിൽ നിന്നുൾപ്പെടെയുള്ള ഭക്തജനങ്ങൾ ഇന്ന് മാടായി ശ്രീ വടുകുന്ന ശിവക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. ഉത്സവത്തിനെത്തിയ മുഴുവൻ ആളുകൾക്കും 2 നേരവും വിഭവസമൃദ്ധമായ അന്നദാനം ഏർപ്പെടുത്താൻ ക്ഷേത്രസമിതിക്ക് കഴിഞ്ഞു. അതിനപ്പുറം ഇന്ന് ക്ഷേത്രത്തിലെ മഹോത്സവത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് പ്രകൃതിയുടെ വരദാനമായ വടുകുന്ന തടാകത്തിൽ നടക്കുന്ന ആറാട്ട് കഴിഞ്ഞ ഉടനെ ആറാട്ട് സദ്യ ഇന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് പതിവിൽ നിന്ന് വ്യത്യസ്തമായൊരു കാഴ്ചയാണ്. ഭക്തജനങ്ങളുടെ സഹകരണത്തോടെ ക്ഷേത്ര കമ്മിറ്റിയും അതുപോലെ ഉത്സവാഘോഷ കമ്മിറ്റിയും സംയുക്തമായി ചേർന്നാണ് ഇവിടെ ആറാട്ട് സദ്യ ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും നാടിൻ്റെ കൂട്ടായ്മയുടെ ഉത്സവം തന്നെയായിരുന്നു ഇക്കുറി. കഴിഞ്ഞുപോയ ദിനങ്ങൾ. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി മാടായി പാറയിൽ നിന്നും ടി ബാബു, പഴയങ്ങാടി. അതിക്രമിച്ചു കടന്ന് ഇവരെ തട്ടിക്കളയാൻ ബോസ്. തട്ടിക്കളയാം. മരിക്കുന്നതിന് മുന്നേ അവസാന ആഗ്രഹം പറഞ്ഞു. തീർച്ചയായും പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക്, വേറെ ഓപ്ഷനേ. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഭവന വായ്പ, സ്വർണ്ണപ്പണയ വായ്പ, ഉദ്യോഗസ്ഥ ജാമ്യ വായ്പ, കാർഷികേതര വായ്പ തുടങ്ങി എല്ലാ വായ്പകളും ഒരു എക്സ്ട്രാ ചാർജുമില്ലാതെ ഏറ്റവും വേഗത്തിൽ സുതാര്യമായി പയ്യന്നൂർ കാർഷിക വികസന ബാങ്കിൽ നിന്നും. അപ്പൊ എങ്ങനെ വീട് പണി തുടങ്ങുമല്ലേ? പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക്, ജനഹിതമറിയുന്ന ബാങ്ക്.